നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്ന് മേയറാകാൻ വേണ്ടിയിട്ട് പലരും കുപ്പായം തുന്നിയിരിക്കുകയായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് അട്ടിമറി വിജയമാണ് എൻ ഡി എക്ക് ഉണ്ടായത്. ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി അവിടെയും ഇതുപോലെ തന്നെയാണ്, റെഡിയായി ഇരിപ്പുണ്ട്. പക്ഷേ അവരുടെ ഇടയിലും ചില പരിഭവങ്ങളുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. മാത്രമല്ല, ഈ പറയുന്ന തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട്. കാരണം മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലൊരു തർക്കത്തിലേക്ക് പോകേണ്ട സാഹചര്യമാണോ ഇപ്പോൾ നിലവിൽ എൻ ഡി എയിലുള്ളത്, ബി ജെ പിയിലുള്ളത്? ഈ എൻ ഡി എയുടെ രൂപീകരണ കാലം മുതൽ, എൻ ഡി എ എന്ന് പറയണ്ട, ബി ജെ പി എന്ന് പറഞ്ഞാൽ മതി. കാരണം ബാക്കി പിന്നെ ആകെ കൂടിയുള്ളത് ബി ഡി ജെ എസ് ആണ്. അവർ ഇത്തവണ എവിടെയെങ്കിലും ജയിച്ചോന്ന് പോലും അറിയില്ല. കാരണം സീറ്റ് കിട്ടിയിട്ടേ ഉള്ളൂ, ജയിച്ചത് മുഴുവൻ ബി ജെ പിക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ബി ജെ പി എന്നുള്ള വാക്കായിരിക്കും കുറച്ചുകൂടി തിരുവനന്തപുരം മേയറുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുന്നത് നല്ലത്. തിരുവനന്തപുരം ബി ജെ പിയിൽ കേരളത്തിൽ പൊതുവെയും തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും ഏറ്റവും രൂക്ഷമായ പാർട്ടിക്കുള്ളിലെ പടലെ പിണക്കങ്ങളും വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളും ഏറ്റവും കൂടുതലുള്ള ഒരു പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതിലെ നമ്പർ 1 ബി ജെ പി ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രായം കുറവാണെങ്കിലും അക്കാര്യത്തിൽ അവർ വളരെ മുന്നിലാണ്. സ്വാഭാവികമായും ഒരു മേയറെ തിരുവനന്തപുരത്തിന് കിട്ടും എന്നുള്ള ഒരു 90% അവർ ഉറപ്പ് പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ്. അപ്പോൾ ഇവിടെ ഈ 2 സ്വതന്ത്രന്മാരും അതേപോലെ 19 കോൺഗ്രസ്സുകാരും 29 CPM ഒക്കെ കൂടെ ചേർന്നാലും 50 ആകുകയുള്ളൂ. അപ്പോഴും 50 ആകുന്നുള്ളൂ. അതുകൊണ്ട് ഒരിടത്ത് വിഴിഞ്ഞത്തെ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ഭൂരിപക്ഷമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല വിഷയം. ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും അവർക്ക് മേയറെ കിട്ടുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെ ഉറപ്പുള്ള ഒരു സ്ഥാനത്ത് ഇത്തവണ വനിതാ സംവരണമല്ലാത്തത് കൊണ്ട് തർക്കം കൂടും. വനിതാ സംവരണമാണെങ്കിൽ വനിതകൾ തമ്മിൽ തർക്കിച്ചാൽ മതി. അതേസമയം വനിതാ സംവരണം അല്ല എങ്കിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും 2 പേർക്കും ഒരുപോലെ മേയറാകാം എന്നുള്ളത് കൊണ്ട് തർക്കത്തിന്റെ വ്യാപ്തി കൂടും. 2 പുരുഷന്മാർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ചില മിടുക്കന്മാർ മൂന്നാമതൊരു സ്ത്രീയുടെ പേരെടുത്തോണ്ടിടും. കാരണം ഈ 2 എണ്ണവും അങ്ങനെ ആവണ്ട. അങ്ങനെ അത് മാത്രവുമല്ല, ഈ ഒരേപോലെ യോഗ്യരായ 3 പുരുഷന്മാർ മേയർ ആവാനായിട്ട് നിൽക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാളിന് കിട്ടിയാൽ മറ്റേ 2 പേർക്ക് സ്വാഭാവികമായി അതൊരു നിരാശ ഉണ്ടാക്കും വ്യക്തിപരമായി. അത് മനുഷ്യ സ്വഭാവമാണ്, ഏത് പാർട്ടി ആയാലും. അപ്പൊ ചില ബുദ്ധിമാന്മാർ പറയും ഒരു കാര്യം ചെയ്യും, ഒരു വനിത ആയിക്കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും സാധ്യതയുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് മേയർ ബി ജെ പിയിൽ നിന്നും ആരാകും എന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് എന്ന് മാത്രം നമ്മൾക്ക് പറയാൻ കഴിയും. കാരണം ഈ വി വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയാകാൻ എന്തുകൊണ്ടും സർവാത്മന യോഗ്യനാണ്, അതിൽ മാറ്റമൊന്നുമില്ല. മറ്റൊന്ന് കരമന അജിത്ത്, മറ്റൊന്ന് ശ്രീലേഖ, IPS ആയിരുന്നു, മുൻ DGP കൂടിയായിരുന്നു. ഇങ്ങനെ 3 പേർ നിലവിലെ സാഹചര്യത്തിലുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഇത് ജനറൽ കാറ്റഗറിയാണ്. അതുകൊണ്ട് പുരുഷനെന്നോ സ്ത്രീയെന്നോ ഭേദമന്യേ വേണമെങ്കിൽ ഇവിടെ പാർട്ടിക്ക് തീരുമാനമെടുക്കാം. അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം 2 പുരുഷന്മാരിൽ നിന്ന് ഒരാളെ ആണെങ്കിൽ, ഇപ്പോൾ അജിത്തിനെയോ അല്ലെങ്കിൽ വി വി രാജേഷിനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ പെട്ടെന്ന് അവർക്ക് കാര്യം നടത്താൻ കഴിയും. മാത്രമല്ല, അവർ ആ പാർട്ടിയോട് യോജിച്ച് സമരസപ്പെട്ട് പോകുവാൻ അജിത്തിനെപ്പോഴുള്ളവർ തയ്യാറുമാണ്. കാരണം വി വി രാജേഷിന് ഇപ്പം മേയർ സ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞാൽ അജിത്തിനെപ്പോഴുള്ളവർ ഒരിക്കലും ഈ പറയുന്ന പോലെ മാറി നിന്ന് ചിന്തിക്കില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കില്ല. അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. പക്ഷേ അതേസമയം സ്ത്രീകൾ എന്ന് പറയപ്പെടുന്ന കുറച്ചുകൂടി മറ്റൊരു രീതിയിലായിരിക്കും അതിനെ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീലേഖ IPS ഒരു മുൻ DGP ഒക്കെ ആയിട്ടിരുന്നവരാണ്. അവരെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മേയർ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് വി വി രാജേഷിനെ പോലുള്ള ഏറെ കാലമായി BJPയോടൊപ്പം സഞ്ചരിക്കുകയും BJPയുടെ രാഷ്ട്രീയ പൊതുവേദികളിലൊക്കെ BJPയുടെ മുഖമായിട്ട് തിരുവനന്തപുരത്ത് മാറുകയും ചെയ്ത വ്യക്തിയാണ് രാജേഷ് എന്ന് പറയുന്നത്. രാജേഷിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അതിനെ മറികടന്ന് ഈ IPSലേക്ക് പോവുകയാണെങ്കിൽ മുൻ IPSകാരിയായിട്ടുള്ള ശ്രീലേഖയിലേക്ക് ഈ മേയർ പദവി പോകുവാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സാധ്യത വരാനുള്ള സാധ്യത ഉണ്ടോ? പകരം വി വി രാജേഷ് തന്നെ എത്തുമോ? അത് നമ്മൾ ഇപ്പോൾ ഇതെല്ലാം നമ്മൾക്ക്
ഊഹിക്കാനും നിരീക്ഷിക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിയുകയുള്ളൂ. സ്വാഭാവികമായും ഇതിനകത്ത് നിർണായകമായ ഒരു ഘടകം വരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഈ കൗൺസിലർമാരുടെ ഒരു അഭിപ്രായത്തിന് വലിയ മുൻതൂക്കമുണ്ടാകും. പാർട്ടി ഒരു തീരുമാനം എടുക്കാം, പക്ഷെ ആ പാർട്ടി തീരുമാനിക്കുന്നതിന് ഉപരിയായി പാർട്ടിയിൽ ജയിച്ചു വന്ന കൗൺസിലർമാരുടെ ഒരു അഭിപ്രായം, അതിനകത്ത് കുറെ പേരെങ്കിലും നേരത്തെ തന്നെ ജയിച്ചിട്ടുള്ളവരാണ്. ആദ്യമായി പുതുമുഖങ്ങളായി വരുന്നവര് കുറവാണ്. നേരത്തെ 35 പേരുണ്ടായിരുന്നു, ഇപ്പോൾ അത് 50 ആയി. 15 പേരുടെ വർധനവാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോ സ്വാഭാവികമായും നേരത്തെ പാർട്ടി ഈ ഇത്തരം ചുമതലകൾ ഏൽപ്പിച്ചിരുന്നത് വി രാജേഷിനെ ആണ് എന്നുള്ളത് ഉറപ്പല്ലേ. അപ്പൊ ആ ആളിന് സ്വാഭാവികമായി വീണ്ടും ഒരു മേയർ സ്ഥാനാർത്ഥിയാകുന്നതിന് അർഹനാണ് എന്നുള്ളത് ആർക്കും രണ്ടഭിപ്രായമില്ല. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടും ചാനലുകളിലൂടെ ഈ പാർട്ടിയെ ന്യായീകരിക്കുകയും പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്ത ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിലുമൊക്കെ അദ്ദേഹത്തിനാണ് മുൻതൂക്കം എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ഒരു പുറത്ത് ഒരാളിനോട് ഒരു അഭിപ്രായം ചോദിച്ചാലും സ്വാഭാവികമായി BJPയെ അറിയാവുന്ന, BJPയെ മനസ്സിലാക്കിയിട്ടുള്ള തിരുവനന്തപുരത്തുള്ളവർക്ക് ആരാകണം മേയർ എന്നൊരു അഭിപ്രായ സർവേ നടത്തിയാൽ തീർച്ചയായിട്ടും അത് ശ്രീ വി രാജേഷിന് അനുകൂലമായിട്ട് തന്നെ വരും. പക്ഷെ ഇപ്പോഴത്തെ ഈ തർക്കങ്ങൾ എന്ന് പറയുന്നതാണ് പ്രശ്നം. അതായത് തർക്കം എന്ന് പറയപ്പെടുന്നത്, ഇപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ശ്രീലേഖ എന്ന് പറയപ്പെടുന്ന IPSനെ കൊണ്ടുവന്ന് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് ഈ ശ്രീലേഖ IPSനോട് ഇവിടെ മത്സരിക്കണം, ശാസ്ത്രമംഗലം വാർഡിൽ മത്സരിക്കണമെന്ന് പറയപ്പെടുന്നു. അവർ മത്സരിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെയാണ് മത്സര വിജയവും ഒക്കെ ഉണ്ടാകുന്നത്. അന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചില വാഗ്ദാനങ്ങൾ ഈ പറയുന്ന പോലെ ഇവർക്ക് നൽകിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നൽകിയേക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാക്കിയുള്ള പൊളിറ്റീഷ്യൻസിനെക്കാട്ടിലും നല്ലത് ഇത്തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ന് രാജീവ് ചന്ദ്രശേഖറിനെ പോലുള്ള ഒരാൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ ഒരു കോർപ്പറേറ്റാണ്. ഒരു കോർപ്പറേറ്റ് മനോഭാവമുള്ള ആ വ്യക്തിക്ക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ പോകണം അല്ലെങ്കിൽ ഏത് തരത്തിലാകണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മുൻപരിചയമുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള വകുപ്പുകളിൽ ഭരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഭരണ നൈപുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അതായത് പാർട്ടിയും രാജീവ് ചന്ദ്രശേഖറും വിശ്വസിക്കുന്ന ശ്രീലേഖ IPSലേക്ക് പോവുക എന്നുള്ളതാണ് അവരുടെ മുമ്പിലെ വഴി. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖറിന് കുറച്ചുകൂടി ആക്സസബിൾ എന്ന് പറയപ്പെടുന്നത് ശ്രീലേഖ IPS ആണ്. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇവിടെ ഒരു തർക്കം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ജയം പൂർത്തിയായ സമയത്ത് തന്നെ രാജേഷ് പറഞ്ഞാണ് ഞാൻ മേയർ ആകാൻ തയ്യാറാണ് എന്ന്. പക്ഷെ അത് പാർട്ടി മുഖവിലേക്കെടുത്തോ അല്ലെങ്കിൽ കണ്ടോ കണ്ടില്ല എന്നതിനെ കുറിച്ച് ഇതുവരെയും ഒരു വാർത്തയും വന്നിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യത്തിൽ ഇത്രയും നാൾ ഈ പാർട്ടിയോടൊപ്പം നിൽക്കുകയും ഈ വെള്ളം കോരുകയും വിറക് വെട്ടുകയും ഒക്കെ ചെയ്ത് നടന്ന പലരും ഈ പാർട്ടിയിൽ ഒന്നുമല്ലാതാവുകയും ഒരു സുപ്രഭാതത്തിൽ അത്രയും നാൾ ബാക്കിയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സുഖലോലുപതയിൽ കഴിയുകയും ചെയ്തതിനു ശേഷം ഒരു നേരമൊന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ ഈ പാർട്ടിയുടെ എല്ലാ പദവികളിലേക്കും എത്തിച്ചേരുക എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തിയാൽ അത് അംഗീകരിക്കുവാൻ ഈ പാർട്ടിക്കാർക്കോ പാർട്ടി നേതാക്കൾക്കോ പാർട്ടി അണികൾക്കോ കഴിയുമോ? ഒന്നാമത് മേയർ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾക്കതിനെ എടുക്കാം. ഒന്ന് തിരുവനന്തപുരത്തിന്റെ നമ്പർ 1 ആണ്. ആ അർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരുവനന്തപുരത്ത് വന്നാൽ പോലും സ്വീകരിക്കാൻ നമ്പർ 1 ആയി മേയറാണ്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു ആംഗിളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയക്കാരനേക്കാൾ ഒരു DGP റാങ്കിൽ വിരമിച്ച ഒരു വ്യക്തി അല്ലേ നല്ലത് എന്ന് ആ ആംഗിളിൽ ചിന്തിക്കുന്നവർക്ക് അവര് സ്വീകാര്യമായിട്ട് വരും. ഇവിടെ ഞാൻ കാണുന്ന മറ്റൊരു വിഷയം, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രീ പോൾ സർവേ എടുത്ത് പബ്ലിഷ് ചെയ്തതിൽ ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഒരു കേസ് കിടപ്പുണ്ട്. അത് ആരെങ്കിലും അതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുമോ, അത് സജീവമാകുമോ, അത് കോടതി കയറുമോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിലും അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അത് ഏതെങ്കിലും രീതിയിൽ മേയറായി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പരാമർശമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചടിയായി എന്ന് വേണേ പറയാം. മറ്റൊന്ന്, ഇപ്പോൾ മേയർ വനിതയായാൽ ഡെപ്യൂട്ടി മേയറും വനിതയാവും. ഡെപ്യൂട്ടി മേയർ എന്തായാലും പുരുഷനെ ആക്കാൻ പറ്റില്ല, നിയമം അനുവദിക്കുന്നില്ല. അപ്പൊ ഒരേ സമയം തിരുവനന്തപുരത്ത് ഒരു മേയർഷിപ്പ് കിട്ടിയപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും എല്ലാം രണ്ടും സ്ത്രീകൾക്ക് തന്നെ കൊടുക്കുന്നതും
ഉചിതമാണോ, ഉം. അതിവിടെ ഒരു പുരുഷനെങ്കിലും പരിഗണിക്കണ്ടേ എന്നുള്ള ഒരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഡെപ്യൂട്ടി മേയർ ആയാൽ അവരുടെ പെർഫോമൻസ് ഒക്കെ നന്നാവുകയാണെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് പിന്നെയും തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ. അപ്പോൾ വീണ്ടും സ്വാഭാവികമായിട്ടും ഇപ്പൊ എല്ലാവരുടെയും ഒരു ആഗ്രഹം ഒരു തവണ കിട്ടിയാൽ പിന്നെ മാറിക്കൊടുക്കണ്ട. ഇപ്പൊ പിണറായി വിജയൻ ഒരു തവണ കയറിയത് കൊണ്ട് രണ്ടാമതും കിട്ടി എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അങ്ങ് കേന്ദ്രത്തിലോട്ട് നോക്കുമ്പം മോഡി കയറി 3ാമത്തെ തവണയെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഇതങ്ങ് പതിച്ചു കിട്ടും എന്നുള്ളൊരു ചിന്ത ആളുകൾക്കുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത മേയർ നമ്മളതാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർക്ക് അപ്പോൾ ഒരു പ്രൊമോഷൻ കൊടുത്ത മേയറാക്കിയാൽ മതിയല്ലോ. തീർച്ചയായിട്ടും അത് അങ്ങനെയും ബാധിക്കാം, അങ്ങനെയും ചിന്തിക്കാം. പക്ഷെ ഇപ്പോൾ തർക്കം നിലവിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. തർക്കമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായിരിക്കും. അപ്പൊ നരേന്ദ്രമോദി കൂടി വന്നു കഴിഞ്ഞാൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. നഗരസഭ പിടിച്ചെടുക്കുന്നത് പോലെ തന്നെ നിയമസഭയും പിന്നെ ലോക്സഭയിലെ സീറ്റുകളും പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള തരത്തിലേക്കാണ് അവരുടെ നീക്കം. അപ്പൊ അത് കണ്ട് ഭയപ്പെടുന്നുണ്ടോ LDF UDF ഒക്കെ? അല്ല, ഇതിപ്പം ഭയപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളതിലുപരിയായി ഇത് വല്ലതുമൊക്കെ നടപ്പിലാവുമോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതല്ലേ നല്ലത്. അതായത് ഓരോ പാർട്ടിക്ക് ജനം കൽപ്പിച്ചു കൊടുക്കുന്ന ഓരോ സ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ ഏത് കാലഘട്ടത്തിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു പ്രാവശ്യം ഒഴികെ 52 മുതൽ 2024 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഉള്ളൂ UDF പരാജയം, അതും വൻ പരാജയം ഉണ്ടായത് 2004. പക്ഷെ ആ സമയത്തും അവിടെ മൻമോഹൻ സിംഗ് അവിടെ വന്നു, 10 കൊല്ലം കേന്ദ്രം ഭരിക്കുകയും ചെയ്തു. അപ്പൊ കോൺഗ്രസിന് കേന്ദ്ര ഭരണം എന്ന് പറയുന്നത് തീരെഴുതി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് പോലെയാണ് കേരളത്തിലെ ജനങ്ങൾ. അതിന് തർക്കമൊന്നും ഇല്ലല്ലോ, ഇപ്പോഴും ഇല്ല, ഇനിയും ഉണ്ടാകില്ല. സംസ്ഥാന ഭരണം അത് LDF ആയാലും കുഴപ്പമില്ല, UDF ആയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു മനോഭാവം. ആദ്യത്തെ ഗവൺമെന്റ് EMSന്റെ ഗവൺമെന്റാ. 2 കൊല്ലം കഴിഞ്ഞപ്പോ അതിനെ പിരിച്ചുവിട്ടു, പിന്നെ 10 കൊല്ലം കഴിഞ്ഞാ വീണ്ടും കയറിയത്. അപ്പൊ അതുകൊണ്ട് ഒരു തവണയൊന്ന് ഭരണത്തിൽ കയറി, അതുകൊണ്ട് ഇനി അങ്ങ് സ്ഥിരപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് പോലെ അത് 10 കൊല്ലം ഒക്കെ ഇരുന്നാൽ ഈ സർക്കാർ സർവീസിൽ പിൻവാതിലൂടെ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്ന കണക്കൊന്നും തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ കേന്ദ്രത്തിലെ UDF-നും LDF-നും ഈ NDA സർക്കാരിനെ പറഞ്ഞു വരാൻ കഴിഞ്ഞിട്ടില്ല. 3ാം വട്ടം അവര് തന്നെയാണ് ഭരിക്കുന്നത്, 4ാം വട്ടം അവര് തന്നെയാണ് ഭരിക്കുന്നത്. അത് 3അല്ല 4ാം തവണയും 5ാം തവണയും ഒക്കെ കേന്ദ്രം കോൺഗ്രസും ഭരിച്ചിട്ടുണ്ട്. 1947 കയറിയ ഇന്ത്യൻ ഭരണം 1977 വരെ 30 വർഷം തുടർച്ചയായി കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു. 77 മൊറാർജി ദേശായി ഒന്ന് കയറിയപ്പം പറഞ്ഞു കോൺഗ്രസ് എഴുതി തള്ളിയെന്ന്. 80 ജാനുവരിയിൽ വീണ്ടും ഇന്ദിരാഗാന്ധി വന്നു. പിന്നെ 80 തൊട്ട് 84 വരെ ഇന്ദിരാഗാന്ധിയും 84 മുതൽ 89 വരെ രാജീവ് ഗാന്ധിയും ഭരിച്ചു. രാജീവ് ഗാന്ധി മരിച്ചും കൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു വീണ്ടും കോൺഗ്രസ് പോയെന്ന്. 91 നരസിംഹറാവു വന്നു. പിന്നീട് 96 VP സിംഗ് വന്നു. 98 BJP വാജ്പേയി വന്നു. 2004 തൊട്ട് വീണ്ടും കോൺഗ്രസ് വന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വരുന്നവർ പിന്നെ അങ്ങ് സ്ഥിരപ്പെടുക അങ്ങനെ ഒരു സംവിധാനം ഇല്ലല്ലോ. അതുകൊണ്ട് ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ചെറിയ ഏതാണ്ട് 100-ൽ താഴെ ഭൂരിപക്ഷത്തിൽ ജയിച്ച 16 പേരുണ്ട്. ചെറിയ ഒരു വ്യത്യാസമൊക്കെ വന്ന് ഒരു കാര്യം ഉറപ്പാ, BJP തിരുവനന്തപുരത്ത് ഈ 50 സീറ്റ് കിട്ടിയപ്പോൾ ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം പേർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അവർക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇത്രയും ഒരു സീറ്റ് കൊടുക്കണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു 30-35 ഒക്കെ വെച്ചിട്ട് ഒരു ത്രിശങ്കുവിൽ ഇതിങ്ങനെ പോകട്ടെ എന്നുള്ളതായിരുന്നു അല്ലേ? നടന്നില്ല. അത് വീണ് കിട്ടിയ ഒരു അവസരം. അത് ഒരു പക്ഷേ BJPയെ ഒന്ന് പരീക്ഷിക്കാൻ കിട്ടുന്ന ഒരു പരീക്ഷണത്തിന് കിട്ടിയ ഒരു അവസരവുമായിരിക്കാം. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ പറയുന്ന പോലെ ഒരു മേയർ സ്ഥാനാർത്ഥി BJPയിൽ നിന്നുണ്ടാകും. അത് ആരാണ് എന്നുള്ളതിന് മാത്രമാണ് ഇപ്പൊ തർക്കം നിലവിലുള്ളത്. എന്തായാലും UDF-ഉം കോൺഗ്രസ് ഒരു കാര്യം വളരെ വ്യക്തമാണ്. പണ്ട് ഈ തിരുവനന്തപുരം മേയർ സ്ഥാനം 2 സീറ്റിന്റെ കുറവിലായിരുന്നു കോൺഗ്രസ് പിറകിൽ. അന്ന് PDPക്ക് 3 സീറ്റ് ഉണ്ടായിരുന്നു. പൂന്തറ സ്രാജൊക്കെ അന്ന് കൗൺസിലറാണ്. അന്ന് കോൺഗ്രസുമായി ചിലര് ചർച്ച ചെയ്തതാണ്, സപ്പോർട്ട് തരാം, വേണ്ട എന്ന നിലപാടെടുത്തു. മര്യാദയ്ക്ക് ഭൂരിപക്ഷം കൗൺസിലർമാരെ കിട്ടി മേയർ മതി എന്നുള്ളതാണ്.
ഇപ്പോഴും നിലപാട് അത് തന്നെയാണ്. അതുകൊണ്ട് CPM-ന്റെ കൂടെ ചേർന്ന് BJP-ക്ക് ഒരു മേയർ ഉണ്ടാകുന്നെങ്കിൽ ഇല്ലാതാക്കാനോ തിരിച്ചോ പാലക്കാട്ടും അത് ചെയ്തിട്ടില്ലല്ലോ. അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പാർട്ടിക്കും UDF-നും ഉണ്ട്. അതുകൊണ്ട് മേയർ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന ഒരു പാർട്ടി ഒരു സംവിധാനം എന്തായാലും ഉണ്ടാകില്ല. ഒരു പൊതു സ്വതന്ത്രം നടത്തിയിട്ടുള്ള ഒരു പരിപാടി ഇല്ല, ഉണ്ടാവില്ല. കോൺഗ്രസും ഇടതും ചേർന്നുള്ള, കാരണം അവർക്കും ചേർന്ന് കഴിഞ്ഞാൽ 50 സീറ്റ് കിട്ടും. അല്ല, അത് അവിടെയാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. 2 സീറ്റിനും 4 വോട്ടുകൾക്കും വേണ്ടി നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല CPM എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതേ ഉള്ളൂ. അത് പറയാതെ തന്നെ അത് പ്രാവർത്തികമാക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് പലയിടത്തും കിട്ടാവുന്ന ഭരണം പോലും വേണ്ടാന്ന് വെക്കുകയും മറ്റു വല്ലവരും ഈ പാർട്ടിയിൽ നിന്നും അടിച്ചു മാറ്റിക്കൊണ്ട് പോയി മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ പോലും മിണ്ടാതെ ഇരിക്കുന്ന ഒരു പാർട്ടിയുമാണ് കോൺഗ്രസ്. ഇങ്ങനെ മിണ്ടാതിരിക്കാനേ കോൺഗ്രസിന് കഴിയൂ എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റും. അല്ല, അത് ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് ഈ അന്യന്റെ ഭാര്യയെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് ആണത്തം ആണെന്ന് ആരെങ്കിലും പറയുന്നു? അത് ചെയ്യാൻ കൊള്ളാമോ? അവിടെ അങ്ങനെ വേണം ചിന്തിക്കാൻ. അത് എന്നാൽ ആദ്യം പഠിക്കേണ്ടത് BJP തന്നെയാണ്. പല സംസ്ഥാനങ്ങളിലും അങ്ങനെ അവിടെ നമ്മുടെ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. എന്റെ ഒരു അഭിപ്രായം, 2 കാര്യങ്ങൾ ചെയ്താൽ ഇന്ത്യൻ ജനാധിപത്യം മൊത്തത്തിൽ രക്ഷപ്പെടും. ഒന്ന്, ഒരാൾ ഒരു ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചാൽ ആ പാർട്ടിയിൽ നിന്ന് അയാൾ മാറിയാൽ ആ സെക്കൻഡിൽ അയാളുടെ പദവി നഷ്ടപ്പെടും ഓട്ടോമാറ്റിക്കായി. 2, വോട്ടർ ID-യും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യുക. ഈ 2 കാര്യം കോൺഗ്രസ് എന്നെങ്കിലും കേന്ദ്രത്തിൽ ഇനി അധികാരത്തിൽ വന്നാൽ ആദ്യം ഈ 2 കാര്യങ്ങൾ ചെയ്താൽ ഇന്ത്യൻ ജനാധിപത്യം പഴയ നിലയിലേക്ക് വരും. അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ, ജനങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകട്ടെ. തീർച്ചയായും.